ഹലോ ഗൈസ്, ലുക്കു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിൻ്റെ സ്വന്തം വളവട്ടണത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. വളവട്ടണത്തിൻ്റെ പൈതൃകം തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വളവട്ടണത്തിൻ്റെ പൈതൃകം തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ആദ്യമായി എത്തിയത് വളവട്ടണത്തിൻ്റെ കക്കുളങ്കര പള്ളിയിലാണ്. അതിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സാദാത്തുകളുടെ ആദ്യകണ്ണിയും ബുഖാരി കബീലയിലെ പ്രമുഖനുമായ അസയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ ഖബറിടമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത്ര 9ാം വർഷമാണ് അദ്ദേഹം അനേകം മേലുകൾ താണ്ടി ഇവിടത്തേക്ക് വന്നത്. സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ ആഗമന കാലത്ത് സയ്യിദ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തിൽ 21ാം കാളിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ നാടിന്റെ ഇസ്ലാമിക പൈതൃകവും ഐശ്വര്യവും അറിയുന്നത്. ഇവിടെ ചരിത്രങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കൗതുകങ്ങളും കഥകളും ഒളിഞ്ഞിരിപ്പുണ്ട്. ബിരുവത്തൂത്തിയുടെ യാത്രയിൽ പറയുന്ന പള്ളിയും കുളവുമാണ് ഈ കക്കുളങ്കര പള്ളിയും അതിന് മുന്നിലുള്ള തൊട്ടു മുന്നിലുള്ള കുളം. അതുമാത്രമല്ല, എല്ലാവരും കരുതുന്നത് ആ കാണുന്നത് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു കമാനമാണ്. അതുപോലെ ചെറിയ ഡോമുകളൊക്കെ ചുറ്റുമുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും കരുതുന്നത് ഇവർക്ക് കടന്നു വരാനുള്ള ഒരു കമാനമായിട്ടാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ചിറക്കൽ രാജാവും അവരുടെ പരിവാരങ്ങളും ഒരു ഭാഗത്തിരിക്കും, മറ്റൊരു ഭാഗത്ത് ഈ ഇവിടുത്തെ കാലിയും ഉമറാക്കളും വന്നിരിക്കും. കാര്യമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ചാണ്, ആ ഒരു കമാനത്തിനകത്ത് വെച്ചാണ്. അതുപോലെ ഈ ചെറിയ ഡോമിനുള്ളിലാണ് ഇവിടുത്തെ മന്ത്രിമാര്, സഹമന്ത്രിമാര്, പ്രധാനമന്ത്രിമാരൊക്കെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ ചർച്ച കഴിഞ്ഞാൽ ശേഷം ഈ കുളത്തിൽ രാജാവിനെ രസിപ്പിക്കാനുള്ള കളികൾ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. മത്സരങ്ങളൊക്കെ ഈ കുളത്തിൽ വെച്ചാണ് നടക്കാറുള്ളത്. നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ യാത്രയിൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും അത് ചെറിയ രീതിയിൽ മാത്രമേ പരാമർശിക്കുന്നുള്ളത്. ഇവിടുത്തെ ആളുകൾക്ക് പോലും വ്യക്തമായിട്ടൊരു ധാരണയില്ല. ചരിത്രങ്ങൾ തേടി വരുന്നവർ മാത്രമാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്നത്. വളവട്ടണത്തിന്റെ പൈതൃകത്തെ പറ്റി പറയുമ്പോൾ കക്കുളങ്കര പള്ളി പറഞ്ഞതിന് ശേഷം നമ്മൾ പറയാനുള്ളത് കളരിവാദികൾ ക്ഷേത്രത്തെയാണ്. ചിറക്കൽ രാജവംശം എന്നറിയപ്പെടുന്നത് കോലത്തിരി രാജവംശത്തിന്റെ കുലദേവിയായിട്ടാണ് ഇവിടുത്തെ ദേവിയെ ആരാധിക്കുന്നത്. അസുരന്മാരെ നിർഗയിച്ച പരാശക്തിയായ ദേവിയാണ് കളരിവാതുക്കൾ ഭഗവതിയായി ഇവിടത്തെ നിലകൊള്ളുന്നത്. കോലത്തൂർ നാട്ടിൽ ഏറ്റവും വലിയ കളരി വള്ളൂർ കളരിയുടെ പ്രധാന പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് കളരിവാതുക്കൾ എന്ന പേര് വന്നത്. ഏഷ്യയിലെ 2ാമതും ഇന്ത്യയിലെ 1ാമതുമായുള്ള വളവട്ടണത്തിലെ പ്ലൈവുഡ് കമ്പനിയുടെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. 1945 സ്ഥാപിതമായ ഈ പ്ലൈവുഡ് കമ്പനിക്ക് റിസർവ് ബാങ്കുമായിട്ട് അഭേദമായ ബന്ധമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോട്ടുകൾ നിരോധിച്ചപ്പോൾ ഇവിടെ നിന്നാണ് ആ നോട്ടുകൾ പ്ലൈവുഡാക്കി മാറ്റിയിരുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് വളവട്ടണത്തിലെ റെയിൽ പാലത്തിന്റെ മേലാണ്. ഈ പാലത്തിന് ഒരു രഹസ്യവുമുണ്ട്. പണ്ട് കാലങ്ങളിൽ കാറുകളും ട്രെയിനുകളും ഒപ്പരമാണ് ഈ പാലത്തിലൂടെ പോയിരുന്നത്. അപ്പുറത്ത് മറ്റൊരു പുതിയ പാലം വന്നതിന് ശേഷം ഈ പാലം ട്രെയിൻ മാത്രം സഞ്ചരിക്കാനുള്ള പാലമാക്കി മാറ്റി. വാണിജ്യ വ്യവസായത്തിൽ വളവട്ടണത്തിന്റെ പങ്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാടുകളിൽ അപൂർവമായി കണ്ടുകൊണ്ടിരിക്കുന്ന ലോറികൾ ഇവിടെ അപൂർവമല്ല. നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെയും വളവട്ടണം പ്ലൈവുഡ് കമ്പനിയുടെയും ഇടയിലാണ് ഈ സ്ഥലം വരുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് വളവട്ടണം പുഴയുടെ കണ്ടൽക്കാടിന്റെ അടുത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതിന് വളരെയധികം ശതമാനമുള്ളത് വളവട്ടണം പുഴയുടെ തീരത്താണ്. ആദ്യമായി കണ്ടൽ പാർക്ക് ഉണ്ടായത് വളവട്ടണം പുഴയുടെ തീരത്താണ്. ചില പ്രശ്നങ്ങൾക്ക് കാരണം ആ വളവട്ടണം പുഴയുടെ തീരത്തുണ്ടായ കണ്ടൽക്കാടിനെ അടച്ചുപൂട്ടേണ്ടി. ഞാൻ ഇപ്പോൾ ഉള്ളത് വളവട്ടണം പുഴയുടെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീതിയേറിയ പുഴയാണ് വളവട്ടണം പുഴ എന്നുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ 7 നദികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നീളമുള്ള നമ്മുടെ വളവട്ടണം പുഴയിലാണ്. അതുപോലെ വള്ളത്തിന്റെ നീളത്തിൽ കേരളത്തിൽ 4ാമതാണ് നമ്മുടെ വളവട്ടണം പുഴ. ഈ പുഴയ്ക്ക് വേറൊരു പേരുണ്ട്, ഇങ്ങിണിപ്പുഴ എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും.